പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മുടെ ഒരു സഹോദരിയും 2 പെൺകുട്ടികളും ട്രെയിനിൻ്റെ മുന്നിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിന്നൊരു വോയിസ് കേട്ടു ഒരു ലേഡിയുടെ. അത് കേട്ട സമയത്താണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നിയത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ 1-2 കമൻറ്റുകൾ എനിക്ക് വന്നത്, ഈ വക കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്, അനുഭവിക്കുന്നവർക്കേ അതറിയാൻ പറ്റുള്ളൂ, അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിലേറെ ദുരിതം പേറിക്കൊണ്ട് നടന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും, ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ കാണാതെ പോകരുത്. ഇന്നിപ്പോൾ ആ ലേഡിയുടെ വോയിസിൽ കേട്ടത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിലെനിക്ക് ഏറ്റവും നല്ലൊരു ആശയമായിട്ട് തോന്നിയത്, ഈ SOS എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, എറണാകുളത്തുണ്ടെന്നാണ് ആ മാഡം പറഞ്ഞത്. തൃശ്ശൂരുണ്ട് ഒരെണ്ണം, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. SOS അതൊരു ഗ്രാമമാണ്. ഒരു 4 മതിലുകളാൽ ചുറ്റപ്പെട്ട കുറച്ചധികം വീടുകളുള്ള ഒരു ഗ്രാമം. അതൊരു പ്രസ്ഥാനമാണ്, ഒരു സംഭവമാണത്. അതിൽ കുറേയേറെ വീടുകൾ. ആ വീടുകളിലെല്ലാം ഒരമ്മയുണ്ടാവും, ഒരു വീട്ടിലൊരമ്മ. അത് ഒരു ജോലിയാണ്. 18-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകളാണ് തോന്നുന്നു, വിവാഹിതരല്ലാത്ത സ്ത്രീകളെയാണ് ആ ഒരു ജോലിയിലേക്ക് എടുക്കുക, ഈ അമ്മ എന്നുള്ള ഒരു ജോലിയിലേക്ക് എടുക്കുക. ഒരു വീട്ടിൽ ഒരമ്മ, 10 കുട്ടികൾ അമ്മയ്ക്ക്. അപ്പോൾ അമ്മയും ഈ 10 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം. അങ്ങനെ അധികം ഒരു 10-16 കുടുംബങ്ങളൊക്കെ ഇവിടെ തൃശ്ശൂരുണ്ട്, SOS ഗ്രാമത്തിൽ. ഞാൻ പോയതാണ്, എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീടാണല്ലോ, ആ ഒരു വീട്ടിൽ സാധാരണ നോർമൽ ജീവിതം. അമ്മയും മക്കളും രാവിലെ എഴുന്നേൽക്കുന്നു, അമ്മ മക്കൾക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നു, ഇവരുടേതായ പണികളൊക്കെ ചെയ്ത് മുറ്റടിക്കുക, പാത്രം കഴുകുക, അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്ത് സ്കൂളിൽ പോകുന്നു. അമ്മ സ്കൂളിലേക്ക് യാത്ര അയക്കുകയാണ്. അതിൽ കൊച്ചു കുട്ടികൾ മുതൽ ഏകദേശം 18 വയസ്സായ, 18 വയസ്സല്ല, ജോലിയൊക്കെ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം. ഇവർ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. അമ്മ അപ്പോഴത്തേക്കും അവർക്ക് ചായക്കുള്ള പലഹാരങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നു. എനിക്കിതിൽ ഏറ്റവും സന്തോഷമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ജോലി കിട്ടിപ്പോയ മക്കളുണ്ടല്ലോ, അവരൊക്കെ വേറെ അവരുടേതായ ജീവിതത്തിലേക്ക് കടക്കും. പെൺകുട്ടികളാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഈ അമ്മമാർക്ക് പെൻഷൻ പറ്റും. ഈ അമ്മമാർക്ക് പെൻഷൻ പറ്റുന്ന സമയത്ത് ഈ മക്കളുണ്ടല്ലോ, ഈ അമ്മ വളർത്തിവിട്ട മക്കൾ, ആ മക്കൾ ഈ അമ്മേനെ ഏറ്റെടുത്ത ചരിത്രം എനിക്കറിയാം. അത്ര സന്തോഷകരമായൊരു ജീവിതമാണ് ഈ അമ്മയും മക്കളും അടങ്ങുന്ന SOSലെ ഒരു കുടുംബം. അതുപോലെ പല കുടുംബങ്ങൾ കൂടുന്നതാണ് SOS ഗ്രാമം. ആ ലേഡി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇനിയുള്ള കഷ്ടപ്പെടുന്ന ആളുകളെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ പോകരുത്. അതുപോലെ എൻ്റെ നാട്ടിലൊരു ആശ്രമമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയായ മദർ തെരേസ അമ്മ സ്ഥാപിച്ചതാണ് ആ ആശ്രമം. അതിനൊരു പേരുണ്ട്, ആകാശപ്പറവുകൾ, അങ്ങനെ എന്തോ ആണ്. എനിക്കറിയാം, നേരിട്ടറിയാം. ഞാൻ പല തവണ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഒരു ചെറുപ്പം പെൺകുട്ടി കല്യാണം കഴിച്ചതാണ്, ഒരു കുട്ടിയുണ്ട്.
അപ്പോൾ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട്, ഭർത്താവിൻ്റെ ക്രൂര പീഡനം. ഈ മോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കുട്ടീൻ്റെ അടുത്ത് നേരെ ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെ ഇതിൻ്റെ ഒരു ഹെഡ്, ഒരു ഫാദർ ഉണ്ടാവും, അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇവിടെ നിന്നോളൂ, അവൻ വരട്ടെ എന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വെച്ചു വിളമ്പാൻ കുടുംബത്ത് പെണ്ണില്ലല്ലോ, വിവരം മനസ്സിലായി, ഇന്ന സ്ഥലത്താണ്. അവിടെ ചെന്നു അച്ഛൻ്റെ ക്ലാസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഇന്നവർ സന്തോഷകരമായൊരു ജീവിതം നയിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് മരണത്തെ പുൽകാൻ എളുപ്പം കഴിയും. നമ്മൾ വേണമെങ്കിൽ സ്വയം നമ്മുടെ ജീവൻ നശിപ്പിക്കാം. പക്ഷെ ദൈവം തന്ന 2 പൈതങ്ങളുണ്ടല്ലോ, എനിക്കതാണ് ആ ഒരു പ്രവൃത്തിയോട്, ഷൈനോട് ഒരു യോജിപ്പില്ലാതെ വരുന്നത്. പിടിച്ചു വലിച്ചുകൊണ്ട് പോകാം കുഞ്ഞിനെ. ഇന്നിപ്പോൾ ഞാൻ പറയാം, പഠിച്ചത് നഴ്സിംഗ് മേഖല, അതിലൊരിടത്തും ജോലി കിട്ടിയില്ല. പക്ഷെ നമുക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? പറമ്പിൽ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കല്യാൺ പോലെയുള്ള തുണിക്കടകളിൽ നല്ല സാലറി ഉണ്ട്, ഹോസ്റ്റൽ സൗകര്യമുണ്ട്. കുഞ്ഞുങ്ങളെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിട്ട് വിവരങ്ങളെല്ലാം അവരോട് പറയാം. ഇതേപോലെ ഹോസ്റ്റൽ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു ജോലി, ഒരു മേഖല തിരഞ്ഞെടുത്താൽ കൈ നിറയെ പണവുമാകും. ESI തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലുണ്ടാവും. സുഖമായിട്ട് ജീവിക്കാം, സുഖമായിട്ട്. ഇനിയും ഏതെങ്കിലും പെൺകുട്ടികൾ ആത്മഹത്യ എന്നൊരു സംഭവം ആ ഒരു റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. മരിക്കാൻ എളുപ്പം കഴിയും, കൊല്ലാനും കഴിയും, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് വേണ്ടത് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം തന്ന ജന്മം ദൈവം തന്നെ തിരിച്ചെടുക്കട്ടെ. അതിൻ്റെ ഇടയിലുള്ള സമയം സന്തോഷകരമായിട്ടും മറ്റുള്ളവർക്ക് കൂടി നമ്മൾ സന്തോഷം പകർന്നു കൊടുക്കുക, നമ്മളും സന്തോഷം കണ്ടെത്തുക. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ആ കുരുന്നുകളുടെ ജീവിതം നുള്ളിയെറിഞ്ഞു. എനിക്കതൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ എതിരഭിപ്രായങ്ങൾ വന്നു. പറയാൻ എളുപ്പമാണത്രേ, മരിക്കാനും എളുപ്പം, കൊല്ലാനും എളുപ്പം, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.